നമസ്കാരം. ഡയാലിസിസിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ട്രിവാൻഡ്രം SP മെഡിഫോർഡ് ഹോസ്പിറ്റലിലെ നെഫ്രോളജി വിഭാഗത്തിൽ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ശബരിനാഥ് നമുക്കൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. ഡോക്ടർ, ഈ വൃക്ക രോഗമുള്ളവരെല്ലാം ഡയാലിസിസിന് വിധേയരാകേണ്ടതുണ്ടോ? വൃക്കരോഗങ്ങളെ നമുക്ക് പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. ആകസ്മികമായി ഉണ്ടാകുന്ന വൃക്കരോഗങ്ങൾ അഥവാ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, പിന്നീടുള്ളത് സ്ഥായിയായ വൃക്കരോഗങ്ങൾ അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസ്. ആകസ്മികമായി ഉണ്ടാകുന്ന വൃക്കരോഗങ്ങൾ അല്ലെങ്കിൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയിൽ നമ്മൾ ഡയാലിസിസ് എല്ലാ രോഗികൾക്കും ആവശ്യമായി വരില്ല. അത് പ്രധാനമായും ഉണ്ടാകുന്നത് അണുബാധ ഉണ്ടാകുമ്പോൾ, ചില മരുന്നുകളുടെ അമിതമായ ഉപയോഗം, അതുകൊണ്ടൊക്കെയാണ് ആകസ്മികമായ വൃക്കരോഗം ഉണ്ടാകുന്നത്. അപ്പോൾ അവരിൽ എല്ലാവർക്കും നമ്മൾ ഡയാലിസിസ് അഡ്വൈസ് ചെയ്യില്ല. ഡയാലിസിസ് വേണ്ടത് ശരീരത്തിലെ വെള്ളത്തിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ, അല്ലെങ്കിൽ ശരീരത്തിൽ പൊട്ടാസ്യം, ആസിഡിൻ്റെ അളവ് ഇവയൊക്കെ കൂടുമ്പോൾ നമ്മൾ ഡയാലിസിസ് അഡ്വൈസ് ചെയ്യും. മിക്ക രോഗികളും ഡയാലിസിസ് ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകും. ഇനി സ്ഥായിയായ രോഗത്തെ നമുക്ക്, അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസിനെ നമുക്ക് 5 സ്റ്റേജായി തരംതിരിക്കാം. ഇതിൽ 5ാമത്തെ സ്റ്റേജിൽ രോഗി എത്തുമ്പോൾ, രോഗിക്ക് രോഗലക്ഷണങ്ങൾ വരുമ്പോൾ മാത്രമേ നമ്മൾ ഡയാലിസിസിനെ പറ്റി ചിന്തിക്കുകയുള്ളൂ. SP Mediford, you first, always.